ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ ബാഡായിട്ടോ പോസിറ്റീവായിട്ടോ സ്വാധീനിക്കുന്ന വലിയ ഡേറ്റാസ് ഇല്ല. എന്നാൽ വരാൻ പോകുന്ന വെള്ളിയാഴ്ച വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഒരു ചലനങ്ങൾക്കുള്ള ഒരു ഡേറ്റ കാണുന്നില്ല. എന്നാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ്പ് ഡൗണിൽ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇല്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇന്നലെ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത അതേ ലെവലിൽ തന്നെയാണ് ഇന്ന് ഓപ്പൺ ചെയ്യുക. സോ അതിൻ്റെതായ ഒരു ഫ്ലാറ്റ്നെസ് ആണ് മാർക്കറ്റിൽ കാണുന്നത്. അടുത്തത് നമ്മുടെ ഇറാൻ യു എസിൻ്റെ ടോക്സ് ഒന്നും കറക്റ്റായിട്ട് വരുന്നില്ല. ഇറാനും യു എസ് ഇപ്പോൾ പറയുന്ന യു എസ് ഫീസ് ഈടാക്കാൻ തുടങ്ങുന്നുണ്ട്. ഇറാനും ഒഴികെ ബാക്കി ഏത് രാജ്യത്തിൻ്റെയും കപ്പലിന് അതുവഴി പോകാം എന്നുള്ളതാണ് പറയുന്നത്. സോ ലിറ്ററലി ഇഷ്യൂസ് വളരുന്നുണ്ട്. ഈ വീക്കെൻഡിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ അറ്റാക്കുകൾ സംഭവിക്കുക എന്നുള്ളത് ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നതാണ്. ശനിയാഴ്ച ഞായറാഴ്ചയുള്ള ഒരു അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് വളരെ സിവിയറാണ് ഇന്നത്തെ ദിവസങ്ങളിൽ. സോ പുതിയ സ്വിംഗ് പൊസിഷൻ എടുക്കാത്തതിൻ്റെ ഏറ്റവും വലിയ റീസണും ഇത് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ ആവട്ടെ, ഡിസിഷൻ എടുക്കാണ്ട് നമ്മൾ അതിനകത്ത് എൻട്രി എടുക്കുന്നത് അത്ര നല്ലൊരു പരിപാടിയല്ല എന്നുള്ളതാണ് ഞാനവിടെ പറയുക. ക്യാപിറ്റൽ കുറച്ച് ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ ഉള്ളൂ, പക്ഷെ ക്യാപിറ്റൽ റിസ്കിൻ്റെ മേളിൽ വെക്കേണ്ട എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി എടുത്ത ഡിസിഷൻ. ഓക്കെ, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതാണ് ഇന്നലത്തെ മാർക്കറ്റ്. ഇന്നലെ ലൈവ് എടുത്തിരുന്നു സ്റ്റുഡൻസ്. ഇപ്പോൾ കറണ്ട് ബാച്ച് നടക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നു, അവിടെ പിടിച്ച് നിൽക്കുന്നു. അടുത്ത ദിവസം ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യുന്നു, വീണ്ടും ഈ ഒരു 24,240 വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെയും ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്, മാർക്കറ്റിനെ ഇങ്ങനെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് മേളിലേക്ക് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് വീണ്ടും പ്രഷർ ചെയ്ത് 24,240 കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സ് ബുൾസ് കുറച്ച് കഴിയുമ്പോൾ ടയേർഡാവും എന്നുള്ളത് ഇന്നലെ കൃത്യമായിട്ട് അത് തന്നെ സംഭവിച്ചു. ഇന്നലെ ബുൾസിന് മാർക്കറ്റിനെ കയറ്റി കൊണ്ടുപോകാനുള്ള എനർജി ഇല്ലായിരുന്നു. അത് കാരണം മാർക്കറ്റ് വീണ്ടും ഇവിടെ നിന്നൊക്കെ നമ്മൾ നേരത്തേക്ക് മുകളിലേക്ക് കയറി പോകുന്നതാണ്. ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ 24,000 നിന്ന് 24,240 അടുത്ത് വരുന്നതാണ്. അപ്പോൾ ഈ ഏരിയയിൽ നിൽക്കുമ്പോൾ മാർക്കറ്റിന് മുകളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് വീണ്ടും ഫ്ലാറ്റായിട്ട്. അപ്പോൾ ഇന്നലെ ഓപ്പൺ ചെയ്തതിൽ നിന്ന് മാർക്കറ്റിന് മേളിൽ കയറാൻ പറ്റാണ്ട് ഒരു 20-30 പോയിന്റ് മേളിലേക്ക് കയറാൻ ശ്രമിച്ചിട്ട് പറ്റാണ്ട് ഇത് താഴേക്ക് വന്നു. ഇന്നലെ ലൈവിൽ നിന്നപ്പോൾ ഐ തിങ്ക് ഈ കയറിപ്പോകുന്ന പൊസിഷൻ എടുത്തു എന്ന് തോന്നുന്നു. അതിനുശേഷം മാർക്കറ്റ് തിരിയുമ്പോഴോ ഏതാണ്ട് ഈ കയറിയ ക്യാൻഡലിന് ഒരു നെഗറ്റീവ് പൊസിഷനാണ് ഏതാണ്ട് ഒരെണ്ണം. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇത് തിരിഞ്ഞ് വരുന്ന ഒരു പൊസിഷൻ ഏതാണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ 2 പൊസിഷനും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ആദ്യത്തെ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് നമ്മുടെ ലൈവ് ട്രേഡിംഗ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. രണ്ടാമത്തത് കറക്റ്റായിട്ട് മൂവ് ചെയ്യാത്തത് കാരണം ഒരു 10 പോയിന്റ് പ്രീമിയത്തിനകത്ത് 15 പോയിന്റ് പ്രോഫിറ്റ് എടുത്തിട്ട് അതിനെ ഒഴിവാക്കിയിരുന്നു. എന്നിട്ട് അതിനുശേഷം മാർക്കറ്റ് വീഴാൻ തുടങ്ങിയപ്പോൾ അതുവരെ സെൻസെക്സ് ആണ് ട്രേഡ് ചെയ്തത്. നിഫ്റ്റിയിൽ ഞാൻ പേഴ്സണലി ഒരു പൊസിഷൻ എടുത്തിരുന്നു. പ്രീമിയം ഓൾമോസ്റ്റ് ഒരു 50% ഗെയിൻ കിട്ടിയപ്പോൾ 36 മേടിച്ചു, 62 അത് സെല്ല് ചെയ്തു. അപ്പോൾ അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ്, അതായത് 24,040 മാർക്കറ്റ് വരുമ്പോൾ അതിനെ ഷോർട്ട് ചെയ്തു. അപ്പോൾ ഈ 24,040 എന്ന് പറയുന്നത് എത്രയോ ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിനകത്ത് ഞാൻ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് ഞാനവിടെ പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇന്നും അതേ പറയാനുള്ളൂ. ഓക്കെ, 24,040 എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഇന്നത്തെ ദിവസത്തെ അനാലിസിസിലേക്ക് ഞാൻ കടക്കുവാണ്. ഓക്കെ, ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഈ ഒരു കയറിപ്പോയ റേഞ്ച് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്തായിരിക്കും നിൽക്കുക. സോ മാർക്കറ്റിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് 24,000 to 960 വരെ ഇവിടെ ഉണ്ട്. അതായത് ഈ ഒരു ലെവൽ വരെ നമുക്ക് വന്നേക്കാം. ഒരു
പോസിറ്റിവിറ്റി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അതായത് US മാർക്കറ്റിൽ ഇന്ത്യൻ സ്റ്റോക്സിൻ്റെയൊക്കെ ADR നെഗറ്റീവിലാണ് നിൽക്കുന്നത്. സോ മാർക്കറ്റിൽ ഒരു നെഗറ്റിവിറ്റിക്കാണ് സാധ്യത. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇൻ കേസ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുവരെ മാക്സിമം 860 വരെ മാക്സിമം ഇത് ഒരു സപ്പോർട്ടിന് വേണ്ടി പിടിച്ചു നിൽക്കാം. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,920 ആൻഡ് 880 800 ഈ 3 ലെവൽസിലേക്ക് മാർക്കറ്റ് ഇന്നലെ ഞാൻ ഈ പറഞ്ഞിരുന്ന ലെവൽസ് തന്നെയാണ് ഈ ലെവൽസിലേക്ക് വന്നേക്കാം. സോ 24,000 താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, മാർക്കറ്റിനൊരു പി ഡയറക്ഷൻ വന്നേക്കാം. മാർക്കറ്റ് തിരിച്ച് വരുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ 24,040-50 മേളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇതിന് ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 24,100 ആണ്. ഒരു 120 മേളിൽ കയറി കഴിഞ്ഞാൽ ഇതൊരു 180 പുഷ് ചെയ്യുക. 180 to 240 മാർക്കറ്റ് പുഷ് ചെയ്യുക. ഇത്രയും വലിയ വാസ്റ്റ് മൂവ്മെന്റിന് മേളിലേക്ക് എനിക്കിപ്പോൾ വലിയ ഡേറ്റ കാണുന്നില്ല. ഇൻ കേസ് റിലയൻസോ HDFC ബാങ്കോ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഈ ഡയറക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാന്നുള്ളതാണ്. ഇല്ല, മാർക്കറ്റ് അത് വീക്ക് ആവുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡയറക്ഷനെ കുറിച്ച് തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സൈഡ് വേസ് മാർക്കറ്റാണ്, മാർക്കറ്റിനെ വിട്ടേക്കുക. മാർക്കറ്റിൻ്റെതായ രീതിക്കുള്ള കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. സോ ഇതാണ് ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുന്ന ഓരോ വീഡിയോയ്ക്കും കുറേ ഡേറ്റാസ് നിങ്ങൾക്ക് ഫ്രീ നോളജ് എപ്പോഴും നിങ്ങൾക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് മറക്കാണ്ട് എടുക്കുക. അതുപോലെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് അത് കാണുന്നതിൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് അടുത്തൊരാളിലേക്ക് പോയി എത്തുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ റീസൺ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.